ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പുതിയ ഡിസൈൻ നോക്കാം. ഇത് നമുക്ക് നെക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് സൈഡിൽ അതുപോലെ സ്ലിറ്റിൻ്റെ സൈഡിൽ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. സിമ്പിളായിട്ടുള്ള സാറ്റിൻ സ്റ്റിച്ചാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ 2 കളറ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ കളറ് ലീഫിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ ഫ്ലവർ 2 ടൈപ്പ് ഫ്ലവർ വരുന്നുണ്ട്. ഇതിൽ ഈ ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബട്ടൺസാണ് എടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് പല ഷേപ്പിലുള്ള ബട്ടൺസ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതുപോലെ പല വലിപ്പത്തിലുള്ളത്, പല ഷേപ്സിലുള്ള ഡിസൈൻസൊക്കെ നമുക്ക് വരയ്ക്കാനൊക്കെ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഫ്ലവർ വരച്ചതിൻ്റെ നടുവിലായിട്ട് ഞാനൊരു അല്പം ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ഒരല്പം ഇട വിട്ടിട്ടുണ്ട്. ആ ഇട വിട്ടെടുത്തൊന്ന് തുടങ്ങി നമുക്ക് എവിടെ വരെയാണോ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന അതേ മാർക്കിൽ കുത്തി എടുക്കുക. അതുപോലെ തന്നെ ഇനി നമ്മൾ തുടങ്ങിയ അടുത്തൊന്ന് തന്നെ കുത്തി വരച്ചിരിക്കുന്ന ലൈനിൻ്റെ അവിടേക്ക് കുത്തിയെടുക്കുക. ഇത് ഞാൻ 6 സ്ട്രാൻഡ്സിൻ്റെ 2 നൂല് എടുത്തിട്ടുണ്ട്. 2 നൂല് ഒരുമിച്ച് കെട്ടിയെടുത്തേക്കുന്നതാണ്. ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. നമ്മൾ ഒരു പെറ്റൽ കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പെറ്റൽസ് എല്ലാം ചെയ്യാം. അങ്ങനെ ഫ്ലവർ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിന് നടുവിലായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ കുത്തിയെടുത്തിട്ട് ഇങ്ങനെ 2 പ്രാവശ്യം നല്ല ടൈറ്റായിട്ട് നമ്മൾ ആ കുത്തിയെടുത്തതിൻ്റെ ഒരല്പം മുകളിലായിട്ട് കുത്തിയിറക്കുക. നമുക്ക് ഒരു നോട്ട് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്യാം.
നമ്മുടെ അടുത്ത ഫ്ലവർ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെയൊരു ഷേപ്പിലാണ് വരുന്നത് അടുത്ത ഫ്ലവർ. എന്നിട്ട് ഇവിടെയായിട്ട് സ്റ്റെമ്മും വരും. ഇങ്ങനൊരു ഷേപ്പിൽ വരും. അതായത് ഇങ്ങനെ വന്ന് മുകളിലോട്ടൊന്ന് പോയി താഴോട്ട് ഇങ്ങനൊരു ഷേപ്പിലാണ് അടുത്ത ഫ്ലവർ വരുന്നത്. ഇതും സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കി ഇനിയുള്ളത് ലീഫിനുള്ള സ്റ്റിച്ചാണ്. ലീഫിന് വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡിലോട്ട് ലീഫ് വരുന്നുണ്ട്. ലീഫിൽ സ്റ്റെം സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ബ്രാഞ്ചസിനും കൊടുക്കുന്നുണ്ട്. അത് ലീഫിനുള്ള സ്റ്റിച്ച് കാണിക്കാം. ഇങ്ങനെ കുത്തി നമുക്ക് എന്തോരം അളവിലാണ് വേണ്ടത് അത്രയും അളവിൽ കുത്തിയെടുക്കുക. ഇങ്ങനെ സ്റ്റെം സ്റ്റിച്ച് എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സൈഡിലോട്ടും ഇത് ലീവ്സ് പോലെ സ്റ്റിച്ച് ചെയ്യാം. നമുക്കിതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരെണ്ണം ഉണ്ട്, അതും ചെയ്യാം. നമ്മൾ കുത്തിയെടുക്കുമ്പോൾ ഒത്തിരി അകലത്തിലല്ലാതെ കുത്തിയെടുക്കുക. ഇനി നമുക്ക് അടുത്ത ഫ്ലവറിൻ്റെ അവിടെ ഒരു സ്റ്റെമ്മ് തയ്ക്കാനുണ്ട്. നമുക്ക് ഈ ഫ്ലവർ ഇവിടെ ഈ ഡാർക്ക് പിങ്ക് കളർ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റെമ്മ് സാറ്റിൻ സ്റ്റിച്ച് കൊടുക്കാം.
ഇനി അതിൻ്റെ സ്റ്റെമ്മും തയ്ച്ചു. ഇനി നമുക്ക് ഇവിടെ കൂടെ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ആ വരച്ച അതേ മാർക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടിലും സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് പിന്നെ സ്റ്റെം സ്റ്റിച്ച് വെച്ചാണ് ഇതിൻ്റെ സ്റ്റെമ്മും അതുപോലെ തന്നെ ലീഫായിട്ടുള്ള പാർട്ടും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വൈറ്റ് കളർ ഷുഗർ ബീഡ്സും കൊടുക്കുന്നുണ്ട്. പിന്നെ നടുവിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഫ്രഞ്ച് നോട്ടാണ്. അങ്ങനെ 3 ടൈപ്പ് സ്റ്റിച്ച് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ ഷുഗർ ബീഡ്സ് അതുപോലെ തന്നെ ഈ ഫ്ലവറിൻ്റെ കളറൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് നമ്മുടെ മാച്ചിങ് കളറ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് ബാക്കി ഫുള്ള് വർക്ക് ചെയ്യാം.